തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് തിരുത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരായ കേസ് എഴുതിത്തള്ളാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നു. കേസ് നിർണായക തെളിവായ പോസ്റ്റൽ ബാലറ്റ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവി ഈ കാര്യം അറിയിച്ചത്. 3.5 പതിറ്റാണ്ട് മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു ജി സുധാകരന്റെ പ്രസംഗം. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അശ്വിൻ, പറയൂ. എസ്കേൻ ഗുഡ് മോർണിംഗ്. എസ്കേൻ പറഞ്ഞതുപോലെ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി ആ വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് അനുകൂലമാക്കിയെന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് 2 മാസം മുമ്പ് വന്നത്. അത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കമ്മീഷനോ പോലീസോ ഒന്നിൽ കേസെടുത്താലും പ്രശ്നമില്ല എന്നുള്ളത്. എന്തായാലും ഇതിൽ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേസുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിലപാട് ഈ കേസ് എഴുതി തള്ളണം എന്നുള്ളതാണ്. കാരണം പോലീസിന് വെല്ലുവിളിയായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കളക്ടറുമായി ബന്ധപ്പെട്ട അന്നത്തെ പോസ്റ്റൽ ബാലറ്റുകൾ ഈ കേസിന്റെ ഭാഗമായി പോലീസിന് കൈമാറണമെന്ന ഒരു അപേക്ഷ നൽകിയിരുന്നു. അതിൽ ഇന്നലെയാണ് കളക്ടറുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. പോസ്റ്റൽ വോട്ടുകളെല്ലാം ഈ നിശ്ചിത കാലപരിധിക്കുള്ളിൽ നശിപ്പിച്ചു കളയുന്നതായാണ് പോലീസിന് ജില്ലാ കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് ഈ കേസ് അന്വേഷണം വഴിമുട്ടിയത്. പ്രത്യേകിച്ച് ഇത്ര ഗുരുതരമായ ആരോപണമായതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ യഥാർത്ഥ രേഖകൾ പോലീസിന് ആവശ്യമായുണ്ട്. അതിന്റെ അഭാവമാണ് നിലവിൽ ഇപ്പോൾ ഈ കേസ് എഴുതി തള്ളണം എന്നുള്ള ഒരു ആവശ്യവുമായി പോലീസ് ഈ അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുന്നത്. റഫർ ചെയ്യാനുള്ള അനുമതിയാണ് തേടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇതിന് അനുമതി നൽകിയാൽ കേസിന്റെ റഫർ ചെയ്യുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്കാണ് പോവുക. അതെല്ലാം മറിച്ച് മറ്റേതെങ്കിലും തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാനാണോ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിന്റെ മറ്റു നടപടികൾ ഇനിയിപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ തനിക്കെതിരെ കേസിൽ ജി സുധാകരൻ കടുത്ത അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പം തലസ്ഥാനത്തു നിന്നുള്ള ചില ആളുകളുടെ ഇടപെടലാണ് ഈ കേസ് എടുക്കാനുള്ള പ്രേരണയായതെന്നുള്ള ആരോപണം അടക്കം നിലനിൽക്കെയാണ് അന്വേഷണം വഴിമുട്ടി അതിപ്പോൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിലപാടുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. SK